പ്രത്യേകിച്ചൊരു കാര്യങ്ങളുള്ള ബന്ധക്കാര് മറ്റ് എന്നെ അറിയുന്ന ആൾക്കാർ ഇത് കേൾക്കണമെന്നില്ല. നിങ്ങൾ ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട് ലോസ്റ്റ്, ഇറങ്ങിപ്പോടാ. ആരാണേലും എന്നെ കോപ്പാണെങ്കിലും ഇറങ്ങിപ്പോ പ്ലീസ്. ഓക്കെ, എന്നെ അറിയാത്ത കുറച്ച് വ്യൂസ് ഉണ്ട്, എന്നെ ഇഷ്ടമുള്ള കുറച്ച് വ്യൂസ് ഉണ്ട്. ആർക്ക് വേണ്ടി ഞാൻ ഏതോ കാലത്തിൽ ഞാൻ നിൽക്കുന്നു. ഞാൻ അന്ന് കണ്ടയാളായി മാറിപ്പോയി. നാളിൽ കുറ്റമല്ല പങ്കുമാടം നീ. എന്താ കാലമെന്ന് നിനക്കൊന്നും അറിയില്ല. പിന്നെ കാലം മുന്നിലേക്ക് എതിരാണ്. ഞാൻ ഉഴപ്പന, ഞാൻ തരികിടയാണ്. എന്നെ വീട്ടിൽ നാട്ടിൽ പല ചിന്തകളും ഞാൻ ലഹരി ഉപയോഗിക്കുന്നത് അവൻ കണ്ടു. മറ്റു പലർ എന്നെ വെറും ഒരു ചെമ്മീൻ വളരെ കുഞ്ഞ് എന്ന് കാണുന്നു. പള്ളിയിൽ ഒരു ജനത എന്നെ ഭരിക്കുന്നു. എട്ടരയാകുമ്പോ പള്ളിയിൽ പോകും. ജനത കൂടുമ്പോ പിള്ളേർക്ക് പ്രശ്നം. മന്ദസ് നോക്കുന്ന നാട്ടുകാർ തെറ്റുക. എണ്ണ കൂട്ടക്കാർ വീട്ടിന്ന് പുറത്ത് ഇറങ്ങിയാൽ നോക്കാൻ 1000 കണ്ണുകൾ, ശ്രദ്ധിക്കാൻ 1000 മുഖങ്ങൾ. ഒരു അവിടെ പ്രതിഭ അവിടെ എന്നെ തന്നെ ഭരണം. ചാകുമ്പോ കുഴിക്ക് വേണ്ട നിനക്ക്. ആളെ തീയിൽ എരിഞ്ഞ് കൊള്ളിപ്പുറത്ത് തീട്ടം പിടിച്ചാ കിട്ടാത്ത വെടല പരുവം ആരും വന്ന് മത്സരിക്കില്ല. എത്ര കുഴപ്പം ഞാൻ ഇതിലെ കൂടെ നടക്കുന്നതിന്. ഏതവനാ ഇത്ര കുഴപ്പം ഞാൻ വീടി കുറ്റി എടുക്കുന്നതിന്. ആർക്കാ ഇത്ര കഴപ്പ് എന്റെ മോന്ത കാണുന്നതിന്. ഞാൻ വഴി കൂടെ പോകുമ്പോൾ എന്തിനാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത്? എന്നെ കൊണ്ണ എന്നെ മരുന്നാ നോക്കി നിൽക്കുന്നത്. നാട്ടുകാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് കേൾക്കുക. കാര്യങ്ങൾ പലതും കേൾക്കുക. എന്നെ പറ്റി എല്ലാരും ചിന്തിക്കുന്നത് എന്താണ് പോലും എനിക്ക് അറിയില്ല. വേറെ കുറെ മക്കളുണ്ട്. വഴി കൂടെ നടന്നാലും അവന്റെ മോന്ത എന്റെ കണ്ണിലേക്ക്, അവന്റെ കണ്ണ് എന്റെ മോന്തയിലേക്ക് തന്നെ. പല കാര്യം എനിക്ക് പറയാനുണ്ട്. എത്ര വീട്ടുകാരും എന്നെ ഒരുമാതിരി വേറെ മൈൻഡിലൊക്കെ കാണുന്നു. വീട്ടുകാരും എന്നെ പല മൈൻഡിലൊന്നും കാണുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, എന്നെ ഒരു പരുമായിട്ട് എല്ലാരും കാണുന്നു. പലമായിട്ട് കാണുന്നു. ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരും എന്നെ ആ പരുവത്തിൽ കാണുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ നാട്ടുകാരെ വിളിക്കുന്നു. തന്തയ്ക്ക് പേടി എന്നെ. എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷെ എന്നോട് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബഹുമാനിക്കാത്ത. മനസ്സിലായോ? എന്നോട് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബഹുമാനിക്കാത്ത. എന്നോട് ബഹുമാനം ഇല്ലാത്തതുകൊണ്ട് ബ്രോ മനസ്സാത് പോലും മരിക്കുന്നു വിചാരിച്ച ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. എന്റെ മൈൻഡ് പലയായിട്ടുള്ള ഡാർക്കാണ്. എന്റെ മൈൻഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഭയങ്കര സ്പിരിച്വൽ പിടിച്ച മൈൻഡാണ്. 6th മൈൻഡ് എപ്പോഴും ഭയങ്കര ഷോ കണ്ട് നിൽക്കുന്നത്. ആരാണ് വഴി കൂടെ നടന്നു പോകുന്നത്? എന്റെ മുഖത്തോട്ട് തന്നെ നോക്കുന്നു. എന്റെ മുഖത്തിന് എന്നെ ഇവിടെ വേറെ വല്ല സർക്കസ് വല്ലതും നടക്കുന്നുണ്ട് എന്റെ മുഖത്ത്. പറയാനുള്ള കാര്യം ഇത്രക്കുള്ളൂ. ഇനി പലതും പറയാനുണ്ട്. ഇനി ഒരു മൈൻഡിനെയും പേടിക്കേണ്ട കാര്യമില്ല. അത്രക്കുള്ള മൈൻഡ് സെറ്റൊക്കെ മതി. നമ്മളാരും പേടിക്കേണ്ട കാര്യമില്ല. ഏതൊക്കെ അവരുടെ മോഡൽ കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ആരൊക്കെ എന്റെ മുഖത്ത് വന്ന് നോക്കിയെന്ന് പറഞ്ഞാലും എനിക്ക് അവിടെ തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഞാനല്ല, ഞാൻ വേറെ മൈൻഡാകണം. ഞാൻ മൈൻഡാണ്. മേധവം വന്ന് എന്റെ മുഖത്ത് നോക്കിയാലും ഞാനൊന്നും പേടിക്കത്തില്ല. ബുക്കെടുത്ത് ഞാൻ കുറെ എഴുതിയിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ലെന്ന ബ്രോ. ബുക്കെടുത്തെന്ന് പറഞ്ഞിട്ട് എഴുതിന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പേനയെടുത്ത് എനിക്ക് പല എഴുതാൻ പറ്റുന്നില്ല. ഞാൻ കുറെ പേരോട് പോയി. എന്റെ കഴിവെല്ലാം പോയത് എനിക്ക് തോന്നുന്നത്. എനിക്കറിയുന്നില്ല. അയ്യോ ഞാൻ എവിടെ പോയി? ഞാൻ സത്യം പറഞ്ഞ ഞാൻ പ്യൂർ റിയൽ മാൻ. ഐ എം നോട്ട് എ ഫേക്ക് ബിച്ച്. ഐ എം നോട്ട് എ ഫേക്ക് മാൻ. എനിക്ക് കുറച്ച് ഫീലിങ്സ് ഉണ്ട്. എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല. ഞാൻ +2 കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെ തന്നെ മുമ്പിൽ നിൽക്കുന്നു. എനിക്കറിയത്തില്ല ഞാൻ എവിടെ നിൽക്കുന്നത്. ഞാൻ റിയലാ. I'm a real man. ഞാൻ കഴിച്ച് ഇവിടെ ബേഗൾ ഉണ്ടാക്കിയിട്ട് ആകെ മൊത്തം ഉണ്ടാക്കി നിന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ പഴയ മൈൻഡിൽ കാണുന്ന പോലെ ഇനി കാണരുത് കേട്ടോ. ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ കേൾക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നു കേട്ടോ. എന്റെ പ്രത്യേകിച്ച് എന്റെ ബന്ധക്കാരോട് ഞാൻ പറയുവാണ്, നിങ്ങൾ ഈ മായരന്റെ യൂട്യൂബിലെ ഈ പാട്ട് കേട്ടോ നിങ്ങൾ ഒരു മാര്യം ചിന്തിച്ചേക്കില്ല കേട്ടോ. എന്നെ പറ്റി ഒരു കൗണ്ണേ നിങ്ങൾ കേട്ടോ. എന്നാ മൈര് തായോളി പോയിറങ്ങി പോറ തായോളി പട്ടിക്കുണ്ണേ എന്നാ മരുതിക്കുന്നുള്ള ഇഷ്ടമില്ല. ഐ ഡോണ്ട് ലൈക്ക് യു മാൻ. ഗെറ്റ് ലോസ്റ്റ്. എനിക്ക് എന്നെ അറിയാത്ത കുറച്ച് ആൾക്കാരെ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ഓക്കെ, ഈ സോങ്സ് എപ്പോഴും എനിക്ക് വേണ്ടി ഉണ്ടാവും. എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. വേറെ
വേറെ കുറെ സിനിമകൾ കണ്ടിട്ട് കുറേ സിനിമകളൊക്കെ കണ്ടിട്ട് അവരുടെ മൈൻഡ് ഞാൻ നടക്കുന്നുള്ളതെന്ന് പറഞ്ഞാല് എനിക്ക് തന്നെ പേടിയില്ല. കാരണം ഇത് എൻ്റെ വീട്, ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ അടുത്ത് വരണമെന്ന് എനിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എത്ര അമ്മമാർ എൻ്റെ വീട്ടിൽ കയറി വന്നറിയോ? വീട്ടിൽ കയറി എന്ന് പറഞ്ഞാൽ 2 പേര് എൻ്റെ വീട്ടിൽ കയറി വന്ന് ആകെ മൊത്തം പേടിച്ച് 5-10 പേര് വന്ന പോലെ എനിക്ക് തോന്നി ബ്രോ. പ്രത്യേകിച്ച് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എൻ്റെ ബന്ധക്കാരും മറ്റും പല ആൾക്കാരുകളാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെന്നില്ല. ഓക്കെ എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. പ്ലീസ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ അത്രേ ഉള്ളൂ ബ്രോ. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ഈഗോ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈഗോ എന്ന സാധനം അത് മനുഷ്യനാണെങ്കിൽ അത് ഞാനായിരിക്കും. കാരണം എനിക്ക് ഒത്തിരി പറയാനുണ്ടാ. ഞാനതല്ല ഇപ്പൊ പറഞ്ഞെടുക്കാൻ പോവാ. എനിക്ക് ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം മനുഷ്യരുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. ഈഗോയുടെ രൂപം മനുഷ്യരാണെങ്കിൽ അത് ഞാനായിരിക്കും. കാരണം ഇവിടുത്തെ മറ്റു പല ആൾക്കാർ കാരണമാണ് എനിക്ക് ഈഗോ വരാനുള്ള കാരണം. അതെനിക്ക് എൻ്റെ ഇന്നത്തെ കാര്യം പ്രശ്നം. പിന്നെ ഞാൻ പൊട്ടനാകാനും എനിക്ക് ധൈര്യമില്ലാത്തവനാണെങ്കിലും മണ്ടനാനുള്ള കാര്യങ്ങൾ തന്നെ ഇവിടുത്തെ വീട്ടുകാർ പല ആൾക്കാർ തന്നെയാണ്. ഇവിടെ ഞാൻ പള്ളിയിലും കുണ്ണയിലും മയിലും എല്ലാം പോകുന്നത് തുടങ്ങി. പിന്നെ എൻ്റെ മൈൻഡ് പോകത്തം പോയി ഞാൻ പൂർവ്വ സ്കൂളിലെല്ലാം പോയി ഞാൻ ഓരോ അവസ്ഥയിൽ 10-12 വർഷം ചുമ്മാ തൊലിഞ്ഞ് ഒരു മൈരുമില്ല. ചുമ്മാ ഒരു കോണ എന്ന് പറഞ്ഞ് പഠിച്ച് മറ്റു പല കുണ്ണകളെല്ലാം ആൾക്കാരുടെ വായിലിരിക്കുന്നതെല്ലാം കേട്ട് ചുമ്മാ ടീച്ചർമാരുടെ പറയുമ്പം ടീച്ചർമാരുടെ കുണ്ണമായിര് മയിര് അത് ഇതെല്ലാം കേട്ട് ഞാൻ ചുമ്മാ തൊലിഞ്ഞ് എൻ്റെ ലൈഫ് ആകെ മൊത്തം ശോകമായിക്കൊണ്ടിരിക്കുക. ഗൈസ് എനിക്കറിയത്തില്ല എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇനി എൻ്റെ അടുത്ത പുതിയ ചിന്താഗതികൾ ഇനിയും വരും. പിന്നെ ഒരു കാര്യം ബ്രോ, എനിക്ക് എൻ്റെ ബന്ധക്കാരെയും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനുഷ്യരെ ഇഷ്ടമില്ല. മനുഷ്യർ എന്ന് പറഞ്ഞ സാധനം ഞാനും മനുഷ്യനാണ്. പക്ഷെ എനിക്ക് മനുഷ്യരെ ഇഷ്ടമില്ല എന്നത് കാര്യം. എനിക്ക് മനുഷ്യനെ ആകെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എനിക്ക്. കാരണം മനുഷ്യന്മാർ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലുണ്ട്. എനിക്കറിയത്തില്ല ഞാനുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം അത്ര ഞാൻ ഡൗൺ ആയി പോയിരിക്കുകയാണ്. എനിക്കറിയത്തില്ല. എനിക്ക് ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പണ്ടത്തെ ഒത്തിരി സീനുകളൊക്കെ ഉണ്ട്. മറ്റു കാര്യങ്ങൾ എനിക്ക് ഒത്തിരി കേസ് കെട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കാതെ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത പോലും നിങ്ങളുടെ ഏഴായത് പോലും ആ ചിന്തകൾ വരാത്ത ചിന്തകൾ എന്നെ ഒത്തിരി ഭയപ്പെടുത്തിയും എൻ്റെ മൈൻഡിനെ തകർത്തിട്ടുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര നിങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് 100-200% പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ വിശ്വസിച്ചിട്ട് പോലും കാണത്തില്ല. അല്ല നിങ്ങളത് ചിന്തിച്ചിട്ട് പോലും കാണത്തില്ല. എനിക്ക് ഏതായാലും അതൊക്കെയാണോന്ന് എനിക്കറിയത്തില്ല. മറ്റു പല ആൾക്കാരും എന്നെ വേറെ രീതിയിൽ കാണുന്നു. ഞാൻ മണ്ടനാണോ അതോ വേറെ ചിന്തകൾ അസുഖമാണോ എനിക്കറിയത്തില്ല. ഞാൻ അസുഖകാരിയാണോ ഞാൻ അസുഖമുള്ളവനാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശരീരമായിട്ട് എനിക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. പക്ഷെ മാനസികമായിട്ട് എനിക്ക് ഒത്തിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ പ്രത്യേകിച്ച് എന്നെ പഴയ വേണ്ടി കാണേണ്ട ആവശ്യമില്ല. ഓക്കെ തുടക്കത്തിൽ ഞാനൊരു വെറുതെ ആയി, അവസാനം ഞാനൊരു വെറുതെ ആയി. പൊട്ടന മണ്ടന ഞാനും ഇപ്പോഴുമായി. അതല്ല പിന്നെ കുറച്ച് കാര്യങ്ങൾ ബോധത്തെ നിങ്ങൾ കളിയാക്കരുത് ബ്രോ. ഏതാണെന്ന് പറഞ്ഞാലും കലയുടെ ബോധത്തെ മയിര് കളിയാക്കല്ലേ. എനിക്ക് ഒന്ന കാര്യം, എനിക്ക് എൻ്റെ പഴയ കാര്യങ്ങളും എല്ലാം എന്നെ കൈവിട്ട് പോയിരിക്കുകയാണ്. പഴയ കാര്യങ്ങളെല്ലാം മറ്റ് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി. കാരണം ഞാൻ നമ്മുടെ കേരളത്തിന്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ കേരളത്തിൽ ജനിച്ചു വളരുന്നുണ്ട്. നമ്മളെല്ലാം കേരളത്തിൽ ജനിച്ചു വളരുന്നുണ്ടോ? കേരളത്തിന്റെ വലിയ സംഭവം ആയിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ നമ്മള് കലാകാരന്മാര് വരണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ നമുക്ക് ഉറപ്പായിട്ട് ഫോറിസ്റ്റ് തന്നെ വേണം. ഒന്നേ ഫോറിസ്റ്റ് വേണം, അല്ല ഇന്ത്യക്ക് കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും വേണം. നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല ബ്രോ. എനിക്ക് പറയാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏതായാലും ഞാൻ എഴുതിയതല്ല ഞാൻ പറഞ്ഞേ, ഞാൻ ചിന്തിച്ചത്, ഞാൻ എഴുതിയത് മരിക്കത്തെ ആളാണ് ഞാൻ. വട്ടനാണ് പോയൊന്നും എനിക്കൊന്നും അറിയത്തില്ല. ചിന്താഗതികൾ പലതുണ്ട്. നിങ്ങളെ എനിക്ക് 10 മിനിറ്റ് ഞാൻ റാപ്പ് പാടി, 10 മിനിറ്റ് ഞാൻ റാപ്പല്ല പാടി. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാകെ ഇത്രയുള്ള ബ്രോ. എനിക്ക് ബ്രോ എന്നെ ഒരു മനുഷ്യനായിട്ട് കാണല്ലേ, വെറും ഒരു പിള്ളേരുടെ എന്നെ അല്ല എന്നെ ഒരു മനുഷ്യനായിട്ട് കാണുന്നേ.
ho, hey, 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 ho, ho, hey, 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 ho, ho, hey, 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 ho, ho, hey, ho, hey, ho, ho, hey, ho, hey, ho, 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 hey, hey, ha, 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 ha. I love you guys. I love you guys. I love you so much. Yeah. God bless you all. God bless you all. Just ignore your എല്ലാ ബന്ധക്കാരും. എനിക്ക് ബന്ധക്കാരെന്ന് പറഞ്ഞ സാധനം ഇഷ്ടമില്ല, ഒരുത്തനും ഇഷ്ടമില്ല. ഓക്കെ, എനിക്ക് നിങ്ങളെ ഇഷ്ടം. I love you. I love you a lot. I love you so much. Thank you for guys. I love you so much.